ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഞങ്ങൾ കുറച്ച് നേരത്തെ റെഡിയായി അമ്പലത്തിൽ പോകാൻ വേണ്ടി പോവാണ്. വീട്ടിലാണ് അച്ഛനും അമ്മയും ആയുഷൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കുറേ നാളെ നമ്മൾ ഒരുമിച്ച് അമ്പലത്തിലൊക്കെ പോയിട്ട്, അപ്പോൾ ഇന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ റെഡിയായിട്ട് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവർ റെഡിയായിട്ട് നമുക്ക് ഉടനെ ഇറങ്ങാം. കുറച്ച് നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് റെഡിയൊക്കെ ആയത്. പക്ഷേ ഇന്ന് ഞാനാണ് ആദ്യമേ റെഡിയായത്. അവരൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസമായിരിക്കും നമ്മൾ ടെമ്പിളിൽ പോയിട്ട് വരുന്നതും അവിടെ പോലെ അങ്ങോട്ട് പോകുന്നതും തിരിച്ച് വന്നിട്ട് വീട്ടിൽ അങ്ങനെയൊക്കെ ഉള്ളത് ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു ഡേ ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാം. കമാൺ. ഇപ്പോൾ ഇതാണ്ട് അമ്മയുടെ ചെടികളുടെ ഇടയിൽ നിന്നാണ് ഇൻട്രോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു കാട് പോലെ തോന്നുന്നുണ്ടായിരിക്കും. ചെടിയായിട്ട് ആക്ച്വലി കുറേ തെറ്റി ഇങ്ങനെ വളർന്ന് നിൽക്കുകയാണ് ബാക്കിൽ. അയ്യോ, വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ വീഡിയോസ് എടുക്കുമ്പം പിന്നെ ഇത് എഡിറ്റ് ചെയ്യാൻ നേരമാണ് എനിക്ക് കൂടുതലും മെമ്മറി ആയിട്ട് തോന്നുന്നത്. കാരണം ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഗുഡ് ഫീലാണ്. എനിക്കിന്ന് മുറ്റം കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒന്ന് വീഡിയോ എടുക്കാം. എന്തായാലും അവർ റെഡിയാവാൻ കുറച്ച് നേരം എടുക്കും. ഇതൊക്കെയാണ് അമ്മയുടെ ചെടികൾ. ഇപ്പോൾ ആക്ച്വലി കാട് പോലെ നിൽക്കുകയാണ്, എന്നാലും അതിനൊരു ഭംഗിയുണ്ട്. സോ ഞാൻ ഇവിടേക്ക് നടക്കുന്നു. ഇവിടെ എല്ലാം ഫുൾ നമ്മുടെ ഈട്ടിയുടെ പൂ പൊഴിഞ്ഞ് കിടക്കുക. കുറച്ചുകൂടെ ഭംഗിയായിട്ട് കാണണമെങ്കിൽ ഇങ്ങോട്ട് വരണം. കണ്ടോ, രസമില്ല. ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്. എൻ്റെ വീടിൻ്റെ മുറ്റം കുറച്ച് നല്ല വലുതാണ്. മുറ്റം മാത്രമല്ല, അവിടുത്തെ ആംബിയൻസ് മൊത്തം നല്ല ഭംഗിയാണ്. നല്ല ചെടികളും കുറേ മരങ്ങളൊക്കെ ആയിട്ട്. പണ്ട് ഇതൊക്കെ അത്രത്തോളം കാര്യമായിട്ട് ആസ്വദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം സ്വന്തം സ്ഥലം, നമ്മളെപ്പോഴും ജനിച്ചന്നുപോലെ ഉള്ള സ്ഥലം, അങ്ങനെ നമുക്കൊരു പ്രത്യേകതയൊന്നും തോന്നത്തില്ല. വൺസ് അവിടെ നിന്ന് മാറി എന്നപ്പോഴാണ് ആ ഒരു ഫീല് എനിക്ക് കിട്ടിയത്. ഇവിടെ അച്ഛൻ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുക, വേറെ ആരുടെ അല്ലേ എൻ്റെ തന്നെ. അപ്പോൾ ആ ഒരു ആംബിയൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബക്കറ്റ് ഇരുന്നപ്പോൾ അച്ഛൻ അതൊക്കെ എടുത്ത് മാറ്റിയതാണ്. അപ്പോൾ അച്ഛൻ്റെ സ്വഭാവം എൻ്റേന്ന് എല്ലാവരും പറയാറുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫോട്ടോ എടുക്കാനും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനും ഒക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്ന ഒരു ഡ്രസ്സും എൻ്റെ ലുക്കും ഒക്കെ അച്ഛന് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ അച്ഛൻ പറഞ്ഞു 1-2 ഫോട്ടോസ് ഞാൻ എടുക്കട്ടെ. അപ്പോൾ അച്ഛനത് വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസൊക്കെ ഇടാമല്ലോ. അങ്ങനെ ഒരു ഫോട്ടോ സെക്ഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കുക ഫോട്ടോ എങ്ങനെ ഉണ്ടെന്ന്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ടില്ല, നല്ലൊരു ഫോട്ടോ. അതുവരെ ഞാൻ വാങ്ങിച്ചിട്ടില്ല. അച്ഛൻ്റെ അടുത്ത് ഇനി ഇത് വാങ്ങിക്കണം. ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ആരും റെഡി ആയിട്ട് വന്നില്ല. അപ്പം ഞങ്ങളിങ്ങനെ ബോറടിച്ച് നിന്നപ്പോൾ അച്ഛൻ എന്നെ പിടിച്ചെത്തി 2 ഫോട്ടോസ് എടുക്കുകയാണ് സംഭവിച്ചത്. അപ്പോൾ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് ഞാനും അച്ഛനുമാണ് ആദ്യമേ റെഡി ആയിരിക്കുന്നത്. ബാക്കി എല്ലാവരും വളരെ കാര്യമായി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് കുറേ വട്ടം അച്ഛൻ അമ്മയെ വിളിക്കുന്നുണ്ട്, റെഡിയാവുക, സമയം പോകുന്നൊക്കെ പറഞ്ഞ്. പണ്ട് തൊട്ടേ സ്ഥിരം കാണുന്നൊരു കാഴ്ചയാണ്. എവിടെ പോകാൻ നമ്മൾ പറഞ്ഞാലും ഏറ്റവും അവസാനം റെഡി ആയിട്ടിരുന്ന ആൾ അമ്മയാണ്. അമ്മ ഇങ്ങനെ ലാഗടിച്ച് നിൽക്കുക. അത് പ്രത്യേക ഒരു കഴിവാണ്. ഏറ്റവും കൂടുതൽ ഇടി കൂടുന്നതും ആ കാര്യം പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ ഫൈനലി ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഉദ്ദേശിച്ചതിനെക്കാട്ട് കുറച്ച് സമയം എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. കാരണം കുറച്ച് വെട്ടമൊക്കെ കൂടിയുമ്പോൾ നിനക്ക് മനസ്സിലായി കാണും. നമ്മൾ അത്രയും നേരത്തെ ഇറങ്ങാൻ വേണ്ടിയാണ് നേരത്തെ എല്ലാം റെഡി ആയത്. പക്ഷേ ഒരുങ്ങി ഞാൻ വെച്ചിട്ടല്ല കേട്ടോ, അമ്മയൊക്കെ ഒരുങ്ങി വന്നപ്പോൾ ഇത്രയും താമസിച്ചു പോയി. അപ്പോൾ നമ്മൾ അമ്പലത്തിനടുത്ത് എത്തിയിട്ടുണ്ട്. വെട്ടിക്കോട്ട് അമ്പലത്തിലോട്ടാണ് പോകുന്നത്. വെട്ടിക്കോട്ട് നാഗദൈവങ്ങളുടെ ടെമ്പിൾ കുറേ ആൾക്കാർക്ക് അറിയായിരിക്കും, കുറേ പേർക്ക് അറിയത്തില്ലായിരിക്കും. സോ അവിടെയാണ് പോകുന്നത്. ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ നമ്മൾ വണ്ടി വെളിയിലൊക്കെ പാർക്ക് ചെയ്തിട്ടാണ് ഇനി ടെമ്പിളിലോട്ട് പോകുന്നത്. അപ്പോൾ കുറച്ച് ജസ്റ്റ് അതിനടുത്ത് തന്നെ പാർക്ക് ചെയ്തപ്പോൾ നമുക്ക് നടക്കണം. സോ ഹിയർ ഈസ് മിസ്റ്റർ രാജേഷ് ബ്രോ കൂടെ ഉണ്ട്. ഞങ്ങളിവിടെ നടന്നു പോകുന്നു. അച്ഛനും അമ്മയും ഫ്രണ്ടിൽ പോയേക്കുവാണ്. അത്യാവശ്യം നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു ആ വഴിയും ആ തിരക്കും ഒക്കെ കാണാനായിട്ട്. തിരക്കൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി പോലീസുകാരൊക്കെ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു. 2 സൈഡിലും പാടം പോണക്കുള്ളൊരു ഏരിയ, ഈ പുഞ്ച എന്നൊക്കെ പറയത്തില്ല, അങ്ങനത്തെ ഒരു ലാൻഡ്സ്കേപ്പാണ് അവിടെ. അങ്ങനെ നമ്മൾ മെയിൻ കവാടത്തിനടുത്ത് എത്തിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ട്. അപ്പം നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ കാണാം എന്തോരം തിരക്കാണെന്ന്. പണ്ട് തൊട്ടേ ഈ അമ്പലത്തിൽ പോകുമ്പം എനിക്കുണ്ടാകുന്നൊരു കാര്യമായിരുന്നു, 2 സൈഡിലും ഫുള്ള് ഇങ്ങനെ കച്ചവടക്കാരാണ്. ചെടികൾ, സ്നാക്സ്, ഇങ്ങനത്തെ വീട്ടിലെ ചെറിയ ചെറിയ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അങ്ങനെ വെറൈറ്റി ഓഫ് ഐറ്റംസ് ഇവിടെ ഇങ്ങനെ കാണും. അപ്പോൾ നമ്മൾ കൊച്ചായിരിക്കുമ്പോൾ നമ്മളിങ്ങനെ പോകുമ്പം ഞങ്ങളുടെ കണ്ണ് കൂടുതലും പോകുന്നത് ഈ കളിപ്പാട്ടത്തിലോട്ടും ചെടിയിലോട്ടും അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇവിടെ പിള്ളേരെ അട്രാക്റ്റ് ചെയ്യാനൊക്കെ കുറേ കളിപ്പാട്ടങ്ങൾ കാണും 2 സൈഡിലും. പിന്നെ കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് കടകളുടെ ബഹളമാണ്. എന്തെല്ലാം ടൈപ്പ് കടകളാണെന്ന് വെച്ചാൽ അതെല്ലാം അവിടെ ഉണ്ട്. പണ്ടൊക്കെ ഈ അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് ഒട്ടും കോൺസെൻട്രേഷൻ കിട്ടത്തില്ലായിരുന്നു പ്രാർത്ഥിക്കാനായിട്ട്. ഇതെല്ലാം കൂടി ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഏത് നോക്കണ്ട, അതിനിടയ്ക്ക് വലിയ തിരക്കുമൊക്കെയാണ്. ഇതാണ് അമ്പലത്തിൻ്റെ കുളം. അപ്പം അമ്പലത്തിൻ്റെ കുളത്തിനടുത്ത് വെള്ളമൊക്കെ തളിച്ച് നമ്മൾ ശുദ്ധിയായിട്ട് വേണ്ട കയറാൻ. അമ്മ ഞങ്ങളെ ശുദ്ധിയാക്കിയ സീനാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. രമാദേവി ഈസ് എ ട്രിക്കി ഗേൾ, യുനോ. അപ്പം നമ്മളിനി അമ്പലത്തിലോട്ട് പോവുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ വളരെ കുറച്ച് എടുത്ത് മാത്രമേ വീഡിയോ എടുത്തുള്ളൂ. കാരണം അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ഫീലില്ലല്ലോ. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കാനായിട്ട് വളരെ പീസ്ഫുള്ളി വരുന്ന സ്ഥലമാണല്ലോ. എനിക്ക് പക്ഷേ ഇത്രയും റഷ് വരുന്ന സിറ്റുവേഷനിൽ പ്രാർത്ഥിക്കുന്നത് ഭയങ്കര
ഭയങ്കര വല്ലാത്തൊരു സ്ട്രെസ്സ് ഫീൽ. എനിക്കിങ്ങനെ കാമായിട്ടൊക്കെ പോകുമ്പോഴാണ് അമ്പലത്തിൽ പ്രാർത്ഥിക്കാനും ഏതൊരു സ്ഥലത്തായാലും പ്രാർത്ഥിക്കാനൊക്കെ ഒരു ഫീൽ കിട്ടുന്നത്. ഞാനും മിസ്റ്റർ രാജേഷും കൂടെയാണ് അവിടെ എല്ലാം നടന്നത്. അച്ഛനും അമ്മയും തിരക്കിനിടയിൽ വേറെ ക്യൂവിലൊക്കെ നിന്നിട്ടാണ് പ്രാർത്ഥിക്കാൻ കയറുന്നത്. ഞങ്ങൾ പീസ്ഫുള്ളി നമ്മളുടെ ഒരു ഏരിയയിലൂടെ ഇങ്ങനെ സമാധാനത്തിൽ പ്രാർത്ഥിച്ചിട്ട് അമ്പലത്തിൻ്റെ ആ ഒരു ഏരിയയിലൂടെയൊക്കെ ബാക്കിലും പോയി പ്രാർത്ഥിച്ച് ഇനിയിപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ പോകണം. പോകുന്ന വഴി നമ്മൾ അപ്പം വഴിപാട് നടത്തിയിരുന്നു, അതും വാങ്ങി. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. നല്ല വിശപ്പായിട്ടുണ്ട്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അമ്മ കിച്ചണിലോട്ട് പോയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം എന്താ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന്. അപ്പോൾ ഇനി ഉള്ളിലോട്ട് പോവാം. അപ്പോൾ എല്ലാവരും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് പോയി. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു കഴിഞ്ഞ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പവും കടലക്കറി എന്ന് കഴിക്കാനായിട്ട് അമ്മ വന്നിട്ട് വേഗം ആക്കിയതാണ്. ഇത് രണ്ടും ഭയങ്കര ഫാസ്റ്റായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് ആവിയൊക്കെ പറക്കുന്ന നിങ്ങൾക്ക് കാണാമല്ലോ. കറി ഒട്ടും അങ്ങോട്ട് ക്രീമി ആയിട്ടൊന്നും വന്നില്ല, കുറച്ച് ലൂസാണ്. ഇനി ടേസ്റ്റ് വൈസ് അടിപൊളിയാണ്. അമ്മയുടെ കടലക്കറിയൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ അപ്പവും കടലക്കറിയാണ് നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ നേരം ടി വി മസ്റ്റാണ്. ഞാനും രാജേഷും പണ്ട് തൊട്ടേ കഴിക്കാറാകുമ്പോൾ കുറച്ച് നേരത്തേക്കാണെങ്കിലും ടി വി വന്നിടും. അച്ഛനതിന് എപ്പോഴും വഴക്ക് പറയും, ഫുഡ് കഴിക്കാൻ എന്തിനാണ് ടി വി എന്ന്. പക്ഷേ അങ്ങനെ ഒരു ശീലം കിടക്കുന്നതുകൊണ്ട് എനിക്ക് എപ്പോഴും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അത് മസ്റ്റാണ്. വേറെ എവിടെയായാലും എനിക്കത് കുഴപ്പമില്ല. വീട്ടിൽ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ടി വിയിൽ ഇങ്ങനെ നോക്കി കഴിക്കണം. അപ്പോൾ അച്ഛൻ എപ്പോഴും കളിയാക്കും, നീ വായിലോട്ടാണോ വെക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഇടയ്ക്കെങ്കിലും പാത്രത്തിലൊന്ന് നോക്കണമെന്ന്. അതൊക്കെ ഞങ്ങൾ എക്സ്പേർട്സാണ്, അച്ഛനറിയത്തില്ലല്ലോ. അപ്പോൾ ഞാൻ കാര്യമായി ടി വിയെ കണ്ട് ഫുഡ് കഴിക്കുകയാണ്. പണ്ട് നമ്മൾ കാണുന്ന എല്ലാ കണ്ട സിനിമകൾ തന്നെ, മീശ മാധവൻ, തിളക്കം, CID മൂസ, അങ്ങനത്തെ പടങ്ങൾ തന്നെ പിന്നെയും കാണും. ഇപ്പം പിന്നെ കുറച്ചും കൂടി നല്ല ഓപ്ഷനുണ്ട്. ഇപ്പോൾ ടി വിയിൽ നമുക്ക് ഇഷ്ടമുള്ള പടം കിട്ടിയില്ല, നമ്മളിപ്പോൾ ആമസോൺ പ്രൈമോ നെറ്റ്ഫ്ലിക്സോ അങ്ങനെ മാറ്റി കാണുന്ന ഓപ്ഷനൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ. പണ്ട് കേബിളുകാർ സിനിമ ഇടുന്നു, അതാണ് നമുക്ക് കാണാനുള്ള ഒരു ഓപ്ഷൻ. ഇപ്പോൾ വാഴ സിനിമയാണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും എവിടേക്കാണ് നോക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ക്യാമറ കണ്ടുകളായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഒരാൾ സിറ്റോട്ട് ഇരിക്കുന്നു, മറ്റേ ആൾ അയ്യത്തൊക്കെ നടപ്പുണ്ട്. അയ്യം മീൻസ് നമ്മുടെ വീടിന് ചുറ്റും. അങ്ങനെ കേട്ടോ നമ്മുടെ നാട്ടിൽ അയ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്ത ആൾക്കാരുണ്ടല്ലോ എന്ന് വെച്ചിട്ട് അയ്യം എന്ന് എന്താ ഞാൻ ബ്രീഫ് ചെയ്തത്. അതൊക്കെ പോട്ടെ. അമ്മ ഇവിടെ മീനൊക്കെ നുറുക്കി ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നു. ഈ മീനിൻ്റെ പേര് വറ്റ അങ്ങനെ എന്തോ ആണ്. പല നാട്ടിൽ പല പേരായിരിക്കും. നമ്മുടെ നാട്ടിൽ ഇതാട്ടോ പറയുന്നത്. അപ്പം അച്ഛനും അമ്മയും വർത്താനമൊക്കെ പറഞ്ഞ് മീൻ വെട്ടുകയാണ്. അച്ഛൻ എപ്പോഴും വേറെ തിരക്കൊന്നും ഇല്ലെങ്കിൽ അമ്മ ചെയ്യുന്ന ജോലിയുടെ കൂടെ ഒക്കെ വന്നിങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറയും. അവർ തമ്മിലൊരു അവരുടെ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്ന, ഒരാൾ ജോലി ചെയ്യുമ്പോൾ മറ്റൊരാൾ ബോറാവാതിരിക്കാൻ വേണ്ടിയിട്ട് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഒരു ഗുഡ് ഫീൽ ഇല്ലേ. അമ്പലത്തിൽ നമ്മളിന്ന് വാങ്ങിച്ച ഉണ്ണിയപ്പം ഇല്ലേ, അതാണിത്. അതും കഴിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് നേരം ടി വി കാണാം. വാഴ സിനിമ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ കാണാത്തത്. ബാക്കി എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ട് ആർക്കും വലിയ മൈൻഡൊന്നുമില്ല. അപ്പോൾ അച്ഛൻ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡുകൾ വലിയ ഇഷ്ടമാണ്. ടേസ്റ്റിന് ഉണ്ടോ ഇല്ലയോ, ഞാൻ വീട്ടിലുണ്ടെങ്കിൽ അച്ഛൻ എന്തെങ്കിലും എൻ്റെ അടുത്ത് ഇങ്ങനെ ഉണ്ടാക്കാൻ പറയും. എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ഐറ്റം റാൻഡംലി എന്തെങ്കിലും ഒന്ന് പറയും. ഇന്ന് പറഞ്ഞത് അവിയലാണ്, പക്ഷേ അവിയൽ ഞാൻ കുറച്ച് നന്നായിട്ട് ഉണ്ടാക്കും. അത് വേറെ കാര്യം. നമ്മളൊരു അവിയൽ എക്സ്പേർട്ടാണ് ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കി തുടങ്ങുന്നുണ്ട്. അപ്പം ഞാനത് നുറുക്കിക്കൊണ്ട് ടി വി കാണുകയാണ്. ടി വി കണ്ടുകൊണ്ട് നുറുക്കുന്ന എൻ്റെ ആ ഒരു സ്കില്ല് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. എത്രത്തോളം സ്കിൽഡായിട്ടാണ് ഞാൻ ആ കഷ്ണങ്ങൾ നുറുക്കുന്നത്. കാരണം എൻ്റെ കണ്ണ് ഞാൻ ആ ഒരു ചോപ്പറല്ല കട്ടിംഗ് ബോർഡിലോ പിച്ചാത്തിയിലോ ഒന്നും നോക്കുന്നില്ല. നമ്മൾ നേരെ ടി വിയിലാണ് നോക്കുന്നത്. അവിടെ നോക്കിക്കൊണ്ടാണ് ഞാൻ അഭ്യാസങ്ങളെല്ലാം കാണിക്കുന്നത്. ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരമാണ് ഇത് ക്ലിയറായിട്ട് കാണുന്നത്. എൻ്റെ കൈയൊന്നും മുറിയാനതൊക്കെ എന്ത് ഭാഗ്യമൊന്നല്ലേ, എന്ത് ചെയ്യാനാ, വല്ലാത്തൊരു സ്കിൽഡാണ്. അപ്പോൾ ഞാൻ ടി വി കണ്ടുകൊണ്ട് കാര്യമായി അവിയലിനുള്ള കഷ്ണങ്ങൾ നുറുക്കുവാണ്. എനിക്കിങ്ങനെ ജോലി ചെയ്യുമ്പം എന്തെങ്കിലും ടി വി കാണാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കാനോ പാട്ട് കേൾക്കാനോ എന്തെങ്കിലും ഒരു പരിപാടിയിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു സമാധാനമാണ്. ഒറ്റയ്ക്ക് ഇങ്ങനെ തന്നെ നിന്ന് ജോലി ചെയ്യുമ്പോൾ ഒരു ഫീലും ഇല്ലാത്തൊരു വൈബ് എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പേര് കാണും എന്നെപ്പോലെ. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ജോലിയിൽ ഏർപ്പെടുമ്പോൾ തന്നെ ജോലി ചെയ്യുമ്പോൾ നമുക്കങ്ങ് ബോറടിക്കും. അപ്പോൾ വീട്ടിൽ അമ്മയായാൽ തന്നെ കിച്ചണിൽ തന്നെ ജോലി ചെയ്യുമ്പോൾ എന്നെ വിളിക്കും, ഒന്ന് ഇങ്ങോട്ടൊക്കെ വാ, മിണ്ടിയും പറഞ്ഞെങ്കിൽ ഇരിക്കുന്നൊക്കെ ഉള്ളത്. അതെനിക്ക് ഇപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാലും നമ്മൾ വീട്ടിൽ പോകുമ്പോൾ ടി വി കണ്ടേ ഇരിക്കത്തുള്ളൂ, അത് വേറെ കാര്യം. അമ്മ ഇവിടെ മീനിൻ്റെ പരിപാടിയിലൊക്കെയാണ്. മീൻ വറക്കാനുള്ളതെല്ലാം മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. നാളത്തേക്കൊക്കെ ഉള്ളത് അമ്മ ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാനുള്ളത് മാറ്റി വെക്കുന്നുണ്ട്. കറിക്കുള്ളത് വേറെ വെക്കുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു, മീൻ തിരഞ്ഞെടുക്കുവാണോ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല, എന്നാലും അങ്ങനെയൊക്കെയാണെന്നുള്ള രീതിയിലെല്ലാം പറക്കി അടുക്കി വെക്കുന്നുണ്ട്. അപ്പോൾ പണി കുറച്ച് എളുപ്പമാവുമല്ലോ. ഇവിടെ അവിയൽ ഏകദേശം ആയി കേട്ടോ. ഞാൻ ഈ ടി വി കാണുന്ന ഗ്യാപ്പിൽ കട്ട് ചെയ്തു. അമ്മ അപ്പോഴത്തേക്ക് എനിക്ക് തേങ്ങയൊക്കെ എടുത്ത് തന്നു. അങ്ങനെ കറി ഏകദേശമായി. ഞാൻ അമ്മയെടുത്ത് പറയായിരുന്നു, അവിയലിൻ്റെ ഒരു കളർ വന്നില്ല, അതെന്താണെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല, ഞാൻ എല്ലാം ഇട്ടതാണ്. എനിവേയ്സ് ഫൈനലി നമ്മൾ കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് അവിയൽ അടച്ചു വെക്കുവാണ്. ഇതോടുകൂടി അവിയലിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞ് നമുക്ക് വിളമ്പാൻ നേരം ഓപ്പൺ ചെയ്താൽ മതി. അപ്പം എൻ്റെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി മീൻകറിയും കൂടെ മാത്രമേ ആവാനുള്ളൂ. അപ്പോൾ അമ്മ അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. മീനെല്ലാം കട്ട് ചെയ്ത് അരപ്പിലിട്ട്
ഇനി കറിയൊന്നും ആക്കിയാൽ മതി. അമ്മയുടെ സ്പെഷ്യൽ വറുത്തരച്ച മീൻകറി ആക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ നേരത്തെ വന്നായിരുന്നു റെസിപ്പി കിട്ടിയേനല്ലേ? ഈ ഒരു ദിവസം കാണിച്ചു തരണേ കേട്ടോ, നമുക്കൊരു ദിവസം റെസിപ്പി ഇടണേ. റെസിപ്പി വീഡിയോ ഇടാം അമ്മയുടെ വറുത്തരച്ച മീൻകറിയുടെ. അപ്പം അത് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തിളപ്പിച്ചെടുത്താൽ മതി. സിമ്പിൾ കറിയാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. മീൻകറിയൊക്കെ ടാസ്കോടൊക്കെ വിളമ്പുന്നത്, മീൻ ഒടയാതൊക്കെ എടുക്കുന്നു. ചൂടുണ്ടല്ലോ അമ്മേ. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ മീൻകറി. ആ ഒരു കളർ കണ്ടോ, അതാണ് അതിൻ്റെ ഒരു വൈബ്. എല്ലാവരും വിളിക്കട്ടെ. അമ്മ അങ്ങനെ കറിയൊക്കെ വിളമ്പൂ. അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോണ്. പാര മീൻകറി, അത് വറുത്തത്, അവിയൽ, മോരുകറി, പിന്നെ ഒരു തോരനും അച്ചാറും ഒക്കെ ഉണ്ട്. അതൊന്നും ഞാൻ എടുത്തില്ല. എനിക്ക് ഈ ഒരു വറുത്തരച്ച മീൻകറിയും മോരും മീൻ വറുത്തതും ഉണ്ട്. പിന്നെ വേറെ ഒന്നും വേണ്ട, അത്രയ്ക്കും കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് കഴിക്കാൻ വന്നിരുന്നതുകൊണ്ട് ഞാൻ എൻ്റെ പ്ലേറ്റും എടുത്ത് കഴിക്കുകയാണ്. ഇത് കഴിച്ച് നേരെ പോയി പഴംപൊരി കഴിച്ചതല്ല കേട്ടോ. അത് കഴിഞ്ഞ് നല്ലൊരു ഉറക്കമായിരുന്നു. ആ ഉറക്കമെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അച്ഛൻ ബൂസ്റ്റിൻ്റെ പാക്കറ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ അമ്മ ബൂസ്റ്റ് ചായ പോലെ ഇട്ട് തന്നു, വിത്ത് പഴംപൊരി. അപ്പം നിങ്ങളാരും വീഡിയോ കണ്ട് തെറ്റിദ്ധരിക്കില്ലേ, ഇങ്ങനെ അടുത്ത ട്രാൻസാക്ഷനിൽ ഞാൻ പഴംപൊരിയും പിടിച്ചിരിക്കുന്നത്. എൻ്റെ മുഖം കണ്ടാൽ അറിയാം നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഫുഡാണ്, ഖാന അത് തന്നെ പരിപാടി. അതൊക്കെ കഴിഞ്ഞ് അവിടെ ഇരുന്നപ്പോഴത്തേക്ക് മിസ്റ്റർ ശംഭു ആൻഡ് രാഹുൽ ആ വഴി വന്നു. നമ്മൾ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. ഇവരെല്ലാം എൻ്റെ അനിയന്മാരാണ്, ചേട്ടന്മാരാണ്, എങ്ങനെ വെള്ളം പറയാം. ബൈ ദ വേ കോളിരിക്കുന്ന എൻ്റെ ചേട്ടനാണ്. ചേട്ടനെ ഇതിനു മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോസിൽ കണ്ട് കാണും, ഇനി കൂടുതലായിട്ട് വീഡിയോസിൽ കാണാം. ചേട്ടൻ നാട്ടിലില്ല, ചേട്ടൻ അയർലൻഡിലാണ്. വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അർജുൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു ഹായ് ഞാൻ പറയിപ്പിച്ചതാണ്. അപ്പോൾ മിസ്റ്റർ ശംഭു അർജുൻ എന്തൊക്കെയോ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അർജുനും രാഹുലും സെയിം ആൾ തന്നെ കേട്ടോ. എനിവേസ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ബായും പറഞ്ഞിറങ്ങി. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു എൻ്റെ ഒരു കുട്ടി ദിവസം. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.